അഥവാ 60s by 60s ആയിട്ടുള്ള ഫാബ്രിക്കിൽ കാന്ത വർക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും പൂത്രാൻസിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കാന്തയിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യണ കണ്ടു, കാന്തയൊക്കെ മിസ് ചെയ്യണമെന്ന്. നമ്മൾ കാന്തയുടെ തന്നെ ഞാൻ എൻ്റെ ഒരു ഡിസംബർ അതുപോലെ നവംബർ ലാസ്റ്റ് ഉള്ള വീഡിയോസ് ഒക്കെ നോക്കിയാൽ കാണാം, ഫുള്ളായിട്ടും കാന്ത തന്നെയായിരുന്നു. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു കാന്ത കണ്ട് കണ്ട് മടുത്തു എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം കാന്ത അല്ലാത്തത് കൊണ്ടുവന്നിട്ടുണ്ട്, കാന്ത കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം മിക്സ് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് കാന്തയ്ക്ക് ഒരു ഡിലേ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. 60s by 60s എന്ന് പറയുന്നത് ത്രെഡ് കൗണ്ട് ആണ്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ സ്ഥിരം കാണുന്നവർക്ക് അറിയാം, അതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയാറുണ്ട്. പിന്നെ കാംബ്രിക് എന്ന് പറയുമ്പോൾ ഇത് തന്നെ, ഇതിനകത്തൊരു സിൽക്കി ഒരു സ്മൂത്ത് ഫിനിഷിലാണ് വരുന്നത്. ആദ്യമായിട്ട് യൂസ് ചെയ്യണവരൊക്കെ അത് പോളിസ്റ്റർ മിക്സ് ആണെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്, ഒരു ചെറിയൊരു കട്ട് എടുത്ത് ഒന്ന് കത്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അതിങ്ങനെ പൗഡർ ഫോമിൽ വരും. അപ്പോൾ അത് പ്യുവർ കോട്ടൺ തന്നെ. പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് എല്ലാം ഞാൻ പോളിസ്റ്റർ മിക്സ് ആണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓൺലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ കബളിപ്പിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ആക്ച്വലി കാംബ്രിക് കോട്ടൺ എന്ന് പറയുമ്പോൾ ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് വരുന്നത്. ആക്ച്വലി അത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് കോട്ടൺ അല്ല എന്നുള്ളത്. കോട്ടൺ തന്നെ ഡിഫറെന്റ് ടൈപ്സിൽ വരുന്നുണ്ട്, ഒരു സ്മൂത്ത് ഫിനിഷിൽ. ഇപ്പൊ നമ്മൾ ജെൻസിന്റെ ഷർട്ടിംഗ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞാനും ഫസ്റ്റ് ടൈം ഒക്കെ ഷർട്ടിംഗ് കാണുമ്പോൾ പറയാറുണ്ട് ഇത് കോട്ടൺ അല്ല എന്നുള്ളത്. കാരണം നമുക്കങ്ങനെ ഫീൽ ചെയ്യാണ് ആക്ച്വലി. അപ്പൊ അത് കട്ട് ചെയ്ത് അത് നമ്മളൊന്ന് കത്തിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, പൗഡർ ഫോമിലേ അത് വരികയുള്ളൂ. നല്ല ഈ പോളിക്കോട്ടൺ എന്ന് പറയുന്നതും അതുപോലെ അമേരിക്കൻ ക്രൈപ്പ്, അതൊക്കെ നമ്മൾ കത്തിച്ച് നോക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ബോൾ പോലെ, അതിന്റെ ചാരം അങ്ങനെ ഒരു ബോൾ പോലെ വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് പ്യുവർ കോട്ടൺ ആണെന്ന് മാത്രം പറഞ്ഞു വിൽക്കുന്നത് കേട്ടോ, അല്ലാണ്ട് ആരെയും കബളിപ്പിക്കണതല്ല. എല്ലാം പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഫാബ്രിക് ഞാൻ പ്യുവർ കോട്ടൺ തന്നെ പറയുന്നുണ്ട്. പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളത് പോളിസ്റ്റർ മിക്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ അമേരിക്കൻ ക്രൈപ്പിന്റെ വീഡിയോയുടെ താഴെയായിട്ട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് ചൂടെടുക്കുമെന്ന്. ചൂടെടുക്കും അമേരിക്കൻ ക്രൈപ്പ്. എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞു തരണമെന്നില്ല. ആക്ച്വലി നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യണവർ അതിന്റെ ഫോൾട്ടോ അല്ലെങ്കിൽ അതിന്റെ നല്ല വശമല്ലാത്ത ചീത്ത വശമൊക്കെ വേണമെങ്കിൽ പറയാതിരിക്കാം. പക്ഷെ ഞാൻ പറയാറുണ്ട് അത് ചൂടെടുക്കുന്ന ഫാബ്രിക് ആണ്. പക്ഷെ അതും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അത് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ഡീറ്റെയിലും, കാരണം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടല്ലല്ലോ നിങ്ങൾ വാങ്ങിക്കണം, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയധികം ഡീറ്റെയിൽ ഒക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിട്ടിലാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. 2 എണ്ണം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. പിന്നെയും മിക്സ് ആൻഡ് മാച്ച് അല്ലാണ്ട് സിംഗിൾ കളറിൽ വന്നതും ഉണ്ട്. അപ്പൊ ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് പർപ്പിൾ ഷെയ്ഡിലാണ്. പർപ്പിൾ ഷെയ്ഡിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറിലാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് തന്നെ ലൈറ്റ് പർപ്പിളും ഡാർക്ക് പർപ്പിളും ഒക്കെ ആയിട്ടുള്ള പ്രിന്റുകളാണ് പോകുന്നത്. കാന്തയാണ്, വിത്തൗട്ട് ലൈനിങ് ചെയ്യാം. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. കാന്തയുടെ കളർ വൈറ്റ് കളർ ത്രെഡ് ആണ്. വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. എപ്പോഴും പറയുന്നത് പോലെ സ്ലീവിന്റെ എൻഡിലെ സ്ലിറ്റിന്റെ സൈഡിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇതെല്ലാം ജയ്പൂർ കോട്ടൺ ആണ്. ജയ്പൂർ കോട്ടന്റെ അടിയിലും കമന്റ് ചെയ്യുന്നുണ്ട് ജയ്പൂർ കോട്ടൺ കൊണ്ടുവരാനായിട്ട്. പ്യുവർ കോട്ടൺ നമുക്ക് ജയ്പൂരിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ജയ്പൂർ കോട്ടൺ, ഞാൻ ജയ്പൂർ കോട്ടൺ എടുക്കാൻ പോയപ്പോൾ എനിക്ക് തോന്നുന്നത് സമ്മർ സീസൺ അടുത്ത് വരുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ മാനുഫാക്ചേഴ്സിന്റെ കയ്യിലെല്ലാം തന്നെ അധികം ലൈറ്റ് കളേഴ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ഡാർക്ക് കളേഴ്സ് കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും കമന്റ് കണ്ടതുകൊണ്ട് കളറൊന്നും മാറ്റി പിടിക്കാന്നുള്ള ഇതിലാണ് പോയത്. ആക്ച്വലി അവിടെ ചെന്നപ്പോൾ എല്ലാം തന്നെ അധികം പേസ്റ്റൽ ഷെയ്ഡ്സ്, ലൈറ്റ് ഷെയ്ഡ്സ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സമ്മർ സീസണിലേക്ക് അധികം തന്നെ എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഈ ലൈറ്റ് ഷെയ്ഡ്സ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ അവിടെയും നമ്മൾ കണ്ടത്. എങ്കിലും ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് കളർ കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ വീഡിയോ ചെയ്തെടുക്കാനുള്ള ഡിലേ വരുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡാർക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതിന് തന്നെ മാച്ച് ചെയ്യാവുന്ന ഒരു പ്രിന്റും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ കണ്ടത് ഒരു കുറച്ച് വലിയ പ്രിന്റ് ആണല്ലോ. ഇതിന് മാച്ച് ചെയ്യാവുന്ന മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ടോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പും ബോട്ടവും ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു പ്രിന്റ് ആണ് നമ്മൾ നെക്സ്റ്റ് വൺ കാണുന്നത്. ഈ ഒരു പ്രിന്റിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ മുമ്പ് ഒത്തിരി കൊണ്ടുവന്നിരുന്നതായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നത് സെയിം പ്രിന്റിന്റെ തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ സൈഡിൽ ആ ഒരു ബോർഡർ പോകുന്നില്ല. 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 119 ആകാനുള്ള കാരണവും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് 119 ആണ്. കാംബ്രിക് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ്. ഈ നേവി ബ്ലൂ ഷെയ്ഡൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു ഐറ്റം ആണ്. എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണല്ലോ. അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ മുമ്പത്തെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തൊരു ഡ്രസ്സാണ്. അപ്പോൾ അത് തന്നെ എടുത്ത് ചെയ്യാമെന്ന് ഓർത്തു.
അപ്പോൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്, ഒരു അജ്രക് പാറ്റേണിലുള്ള ഡിസൈനാണ് ഇതിനകത്ത് സ്ക്രീൻ പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടെ പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള, നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, ഇൻഡിഗോ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കളർ കോഡിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ കാണുന്നത് ഇതിന് മാച്ച് ചെയ്യാവുന്ന തന്നെ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിലുള്ളതാണ്. ബൂട്ടയാണ് കേട്ടോ, ബൂട്ട വർക്ക് പോലെയാണ് പോകുന്നത്, പ്രിന്റിലുള്ള ബൂട്ടയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാം. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത്. അതായത് ഇങ്ങനെ ഒരു ഫ്ലവേഴ്സിന്റെ, ഒരു പ്ലാന്റിന്റെ ഒരു പൂവും 2 ഇലയും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കില്ലേ, അങ്ങനത്തെ ഒരു പ്രിന്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതും കാന്തയാണ്, വൈറ്റ് കളറിലുള്ള ത്രെഡാണ് കാന്തയായിട്ട് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും സെയിം കളറാണ്. 3 ഓപ്ഷൻ ഉണ്ട് ബ്ലൂവിനകത്ത്, ടോപ്പും ബോട്ടവുമായിട്ട് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ എൻ്റെ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് യോക്ക് പാർട്ടോ വൺ സൈഡോ ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻസ് പോകുന്നത്. ഇതും ഒരു അജ്രക് പ്രിന്റിനോട് മാച്ച് ചെയ്യാവുന്ന പ്രിന്റാണ്. 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ, ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വൺ വന്നത് ഈ ഒരു കളർ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ചെങ്കൽ റെഡിന്റെ ഡാർക്ക് ടോണാണ്. ഇതിനകത്തും ചെറിയ ഒരു ഫ്ലവർ മാത്രമാണ് സ്ക്രീൻ പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത്. ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡാണ് കാന്തയായിട്ട് പോയിട്ടുള്ളത്. എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫാബ്രിക് വരുന്നത്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നേ ഇല്ല, വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് കണ്ടത് 60s by 60s അഥവാ ക്യാമ്പ്രിക്കിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. കാന്താവർക്കിലുള്ള ക്യാമ്പ്രിക് ഫാബ്രിക് ആയിരുന്നു കേട്ടോ. അപ്പൊ കാന്താവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടി നല്ലൊരു ചോയ്സ് തന്നെയാണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അതുപോലെ പ്രൈസ് വന്നിരിക്കുന്നത് 119 ആണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.